ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെറ്റീരിയലിൻ്റെ ഒരു മെഷർമെൻറ്റ് എങ്ങനെ എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്, പലർക്കും അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാലേ എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മൾ സാധാരണ നോർമൽ ഫ്രോക്കാണ്. ഇത് നമ്മൾ സ്കേർട്ട് പോർഷന് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് 3 മീറ്റർ മെറ്റീരിയലിനെ 3 ആക്കിയിട്ട് അങ്ങനെ 9 മീറ്റർ ലെയർ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ടോപ്പ് പാർട്ട് നമ്മൾ 1/2 മീറ്ററിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലൈനിങ്ങും 1/2 മീറ്ററിൻ്റെ ഉള്ളിൽ വേണം ടോപ്പ് പോർഷൻ. സ്കേർട്ട് പോർഷനും ടോപ്പ് പോർഷനും കൂടെ ലൈനിങ് വരുന്നത് 1.25 മീറ്റർ. അതുപോലെ കോട്ടനും ക്രേപ്പ് കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിയ സൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മീറ്ററും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് അതിനെ 2 ആക്കിയിട്ട് 2നെ 2 ആക്കി കൊടുക്കുക, 2നെ 2 ആക്കി കൊടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടും. അങ്ങനെ നമ്മൾ സൈസിനനുസരിച്ച് മെറ്റീരിയൽ കണക്കാക്കുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് സ്റ്റെപ്പ് ഫ്രോക്കാണ്. സ്റ്റെപ്പ് ഫ്രോക്കിനും യോക്ക് ബോട്ടിന് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരളവ് തന്നെ മതി മെറ്റീരിയലൊക്കെ. താഴോട്ട് നമ്മൾ ഒരു 5 മീറ്ററെങ്കിലും മെറ്റീരിയൽ വേണം കേട്ടോ, ഇങ്ങനെ ഒരു 1 ഇയറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുക എന്നുള്ളൂ. അപ്പോൾ ലൈനിങ് വരുന്നത് ആ ഒരു 1.25 ഉള്ളിൽ തന്നെ വരുന്നുള്ളൂ കേട്ടോ. ഒരു വയസ്സാണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ തന്നെ മതി. 1 വയസ്സിന് മുകളിലാണെങ്കിൽ 1.25 മീറ്റർ, 2 വയസ്സാണെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈനിങ് കണക്കാക്കുക. അത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്. നമ്മൾ വിഡ്ത്തിനുണ്ട് നമ്മൾ ലെങ്ത്ത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇത് കുറച്ച് വലുതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മീറ്റർ 2 മീറ്റർ അങ്ങനെ കൂട്ടി കൊടുക്കേണ്ടി വരും. കുറച്ച് അധികം വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മീറ്റർ 5 മീറ്ററോളം എക്സ്ട്രാ വരും കേട്ടോ, ഈ ഒരു മോഡൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ അളവ്. ഓരോ സൈസ് മോഡലിനനുസരിച്ചുള്ള അളവ് എന്ന് പറയുന്നത് പല സൈസിനും പല അളവിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ ലെങ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 1 ലെയറും കൂടി കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു 8 മീറ്റർ മെറ്റീരിയൽ എടുക്കണം. 5ൻ്റെ കൂടെ 3ഉം കൂടി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മോഡൽ ഫുൾ ലെങ്ത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ വരുന്ന മിനി ഫ്രോക്കാണ് കേട്ടോ. മിനി ഫ്രോക്ക് എല്ലാം കൊടുക്കുന്നത് നമ്മൾ 3.5 മീറ്റർ മെറ്റീരിയലാണ്. 2 ഇയർ ആകുമ്പോൾ 4 മീറ്റർ മെറ്റീരിയൽ വേണം 2 ആക്കി കൊടുക്കാൻ. അപ്പോൾ 8 മീറ്റർ അങ്ങനെ ആക്കി കൊടുക്കും. അതല്ലെങ്കിൽ 3.5 അങ്ങനെ 7 ആക്കി കൊടുക്കും. 8. അപ്പോൾ ഒരു കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് പോകാനുണ്ടാവും. പക്ഷേ അപ്പോൾ നമുക്കത് സ്ലീവിനൊക്കെ ഉപയോഗിക്കാമല്ലോ. അതല്ലാതെ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ 4 മീറ്റർ എടുക്കുക. അപ്പോൾ 4 മീറ്റർ 2 പീസ് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് അതിൽ നിന്ന് പീസുകൾ കിട്ടും. നമുക്ക് ബാക്കിയുള്ള അതാ ഹെഡ് ബാൻഡിനും ഒക്കെയുള്ള പീസുകൾ കിട്ടും. പിന്നെ വലിയ കുട്ടികൾ ആവുന്ന വലിയ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അളവ് കൂട്ടുന്നതെന്ന് വെച്ചാൽ 5 മീറ്റർ എടുക്കുക. അതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അതെല്ലാം നല്ല തിക്നെസ് തന്നെ ഒരു 6 വയസ്സിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 8 മീറ്റർ മെറ്റീരിയലെങ്കിലും എടുത്തെങ്കിൽ ഈ ഒരു മോഡൽ ടൈപ്പ് നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ലൈനിങ് എന്ന് പറഞ്ഞത് യോക്ക് പോർഷൻ കുറവായതുകൊണ്ട് തന്നെ നല്ല ലെങ്ത്തിൽ കൊടുക്കണം, നെറ്റും നല്ല ലെങ്ത്തിൽ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയലൊക്കെ വാങ്ങിക്കുക എന്നുള്ളൂ. അപ്പം അടുത്തത് വരുന്നത് ഒരു ലെയർ ഫ്രോക്കാണ്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബട്ടൺ തന്നെയാണ് കേട്ടോ ഈ ഒരു കാണിച്ചിരിക്കുന്നതും. അപ്പോൾ ഇതിൽ നമ്മൾ 5 ലെയർ 6 ലെയറാണ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ ഓരോ കളർ വെച്ച് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 10 മീറ്ററിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഹെവി ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 മീറ്ററിൽ ചെയ്യാം, ഒരു 7 മീറ്ററിലൊക്കെ ചെയ്യാം. കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ കേട്ടോ. ഇത് നല്ലോണം നമ്മൾ ഉള്ളിലോട്ട് അടുക്കി വെച്ച ഫ്രില്ലായതുകൊണ്ടാണ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു 2 ഇയറിനും 10 മീറ്റർ മെറ്റീരിയൽ തന്നെ മതി. ഒരു 3 ഇയറിനും 10 മീറ്റർ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിക്നെസ് കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ അടിക്ക് അംബ്രല്ലൻ്റെ വിഡ്ത്ത് കൂടുന്തോറും നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറും കിട്ടും, അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു മെറ്റീരിയൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഫുൾ ലെങ്ത്ത് 1 ഇയർ ഫുൾ ലെങ്ത്ത് ആയിരുന്നു, അതുകൊണ്ടാണ്
21 സൈസ് വരുന്നുണ്ട്. അപ്പോൾ 3 ഇയർ ആണെങ്കിലും ആ ഒരു 21 സൈസ് തന്നെ ഹാഫ് ലെങ്ത്ത് മതി. ഫുൾ ലെങ്ത്ത് ആകുമ്പോൾ ഒരു ലെയറും കൂടി കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു അളവിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ നമ്മൾ ഫ്രില്ല് കൊടുത്തതുകൊണ്ടാണ് ആ ഒരു 10 മീറ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹൈലോ ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് 5 മീറ്ററിലാണ്. ഇതൊരു 4 ഇയർ ബേബിൻ്റെ ഫ്രോക്കായിരുന്നു. അപ്പോൾ നമ്മൾ താഴോട്ട് 5 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലുപ്പം കൂടുന്തോറും സൈസ് കൂടുന്തോറും നമുക്ക് 6 മീറ്റർ 7 മീറ്ററൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കണക്കാക്കിയെടുക്കുക. ബാക്കിലോട്ടാണ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഹാഫ് ലെങ്ത്തും ബാക്ക് ഫുൾ ലെങ്ത്തും ആണ് വരിക. അപ്പോൾ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഫുൾ ലെങ്ത്ത് തന്നെ കിട്ടണം. അതിൽ നിന്ന് നമ്മൾ ക്രോസ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ പീസുകളൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് വലുപ്പത്തിൽ സൈസ് കൂടുന്തോറും നമ്മൾ അതിൻ്റെ ലെങ്ത്തും കൂട്ടിയെടുക്കണം. അപ്പോൾ ഇത് 5 മീറ്റർ നമുക്ക് 2 ആക്കി എടുത്താലും ഈ ഒരു അളവ് കിട്ടും. വലിപ്പം കൂടുന്തോറും നമുക്ക് 2 ആക്കി എടുക്കാൻ കിട്ടൂല. അപ്പോൾ നമുക്ക് 4 മീറ്റർ 3 മീറ്ററും സെപ്പറേറ്റ് കട്ട് ചെയ്യണം ഈ ഒരു ബാക്ക് ലെങ്ത്തിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 മീറ്റർ അങ്ങനെ പോയി. പിന്നെ ഫ്രണ്ട് ലെങ്ത്തിന് നമുക്കൊരു 3 മീറ്ററും വേണം എക്സ്ട്രാ. അപ്പോൾ എത്ര ആയി? 10 മീറ്ററൊക്കെ ആയില്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും. ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഫ്രോക്കും വെച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇനി അടുത്ത വീഡിയോകളൊക്കെ അതിന് മാത്രമായിട്ടുള്ള വീഡിയോകളാക്കി ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്കൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിലും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 2 ലെയറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 10 മീറ്റർ ലെയർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ കളറും ഓരോ മീറ്റർ വെച്ചിട്ട് 3 ഈച്ച് കളറാണ് കേട്ടോ ഫ്രണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 കളേഴ്സ് വന്നിട്ടുണ്ട്. 12 മീറ്ററിൽ ചെയ്തിട്ടുണ്ട്. ബാക്കും അതേപോലെ 6 പീസസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പീസും 6 ഈച്ച് പീസ് വരുന്നുണ്ട്. അപ്പോൾ 6 മീറ്ററാണ് ഓരോ പീസും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ ആ ഒരു ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ കണക്കാക്കിയെടുത്താൽ നമ്മൾ വീതിനെയാണ് നമ്മൾ ഓരോ കളറും കണക്കാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. വീതിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ച് ലെങ്ത്ത് കട്ട് ചെയ്തു. വിലങ്ങ് കട്ട് ചെയ്യല്ലേ, അതാണ് ആ ഒരു രീതിക്കാണ്. അപ്പം 44 ഇഞ്ച് നമുക്ക് ഫ്രില്ലിടാൻ കിട്ടും. 42 എന്തായാലും കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി നെറ്റുകളൊക്കെ. അപ്പോൾ വലിപ്പം ഇപ്പോൾ ഓരോ പീസും ഞാൻ 2 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു 1 ഇയർ ബേബിൻ്റെ ബർത്ത്ഡേ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അതൊരു 3 ഇയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2.5 മീറ്റർ എടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടും. അതിലും വലിപ്പം സൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ 3 മീറ്റർ എടുക്കുക. ആ 3 മീറ്റർ നമുക്ക് വിലങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പീസസ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഒരു 3 ലെയർ ഫ്രോക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിന് മാത്രം വന്നിട്ടുണ്ട് ഒരു 1.5 മീറ്റർ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കേട്ടോ. 1 മീറ്റർ എന്തായാലും വരും. നമുക്ക് നല്ല ഹെവി ആയിട്ട് കൊടുക്കണം, 1.5 മീറ്റർ തന്നെ കൊടുക്കണം. ഇത് ഞാൻ നോർമലായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് 1 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ടെന്ന് പറയാം ഈ ഒരു സ്ലീവിന് മാത്രമായിട്ട്. പിന്നെ താഴോട്ടുള്ളത് ഒരു 5 മീറ്റർ മെറ്റീരിയലും വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയായി? 6 മീറ്റർ മെറ്റീരിയൽ. 6.5 മീറ്റർ മെറ്റീരിയൽ. അംബ്രലക്ക് ഒരു 1/2 മീറ്ററും അങ്ങനെ 6.5 മീറ്റർ, താഴോട്ട് 5.5 മീറ്ററും, സ്ലീവിന് 1 മീറ്ററും, അങ്ങനെ 6.5 മീറ്റർ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു കുഞ്ഞ് ഫ്രോക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. 1 ഇയർ ബേബിൻ്റെ ബർത്ത്ഡേ ഫ്രോക്കാണ്. അത്യാവശ്യം ഒരു ഹെവിയിലും നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിപ്പം കൂടുന്നോറും ഓരോ ലെയറിൻ്റെയും ലെങ്ത്ത് കൂടും. ഒരു ലെയറും കൂടെ കൂടുമ്പോൾ അതിനനുസരിച്ച് ഒരു ഫ്ലെയറും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ഒരു ലെയറും കൂടി ഇതിന് വരികയാണെങ്കിൽ 3 മീറ്ററും കൂടി മസ്റ്റായിട്ട് നമുക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ട് കേട്ടോ താഴോട്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് വരികയാണെങ്കിലും ഒരു 3 മീറ്റർ തന്നെ മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ പീസ് വാങ്ങുമ്പോൾ നമ്മൾ
മാറ്റങ്ങളൊക്കെ വരുത്ത അളവിൽ. അപ്പോൾ ലൈനിങ്ങൊക്കെ ഒരു 1 ഇയർ 1 മീറ്റർ 1.25 മീറ്ററിൻ്റെ ഉള്ളിലായിട്ടേ വരുന്നുള്ളൂ. പിന്നെ യോക്ക് പാർട്ട് വരുന്നത് ഒരു 1/2 മീറ്ററിൻ്റെ താഴെ വാങ്ങിയാൽ മതി കേട്ടോ. എന്നാൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ കിട്ടും. പിന്നെ ഹെഡ് ബാൻഡും എല്ലാം ചെയ്യാനുള്ളത് നമ്മൾ ആ ലൈനിങ്ങിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ലേസും നമ്മൾ ആ ഒരു ലേസ് എങ്ങനെ എത്ര വാങ്ങിക്കുക എന്നുള്ള കൺഫ്യൂഷനൊന്നും ആർക്കും വേണ്ട. അപ്പോൾ യോക്ക് പാർട്ട് എത്രയാണോ അതിൻ്റെ ഡബിളായിട്ട് വാങ്ങിക്കുക. ഡബിളും 1 ഇഞ്ച് എക്സ്ട്രയും അങ്ങനെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് യോക്കാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് ഒരു ഭാഗത്തേക്ക്, അപ്പോൾ 2 16 32, അപ്പോൾ 35 ഇഞ്ചിൽ വാങ്ങിച്ചാൽ മതി. കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് വലിപ്പം കൂടുന്തോറും ലെയർ കൂടുന്തോറും 3 മീറ്റർ എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. അംബ്രല്ലൻ്റെ ഫ്ലെയർ കൂടുന്തോറും താഴോട്ടുള്ള അളവും കൂടും കേട്ടോ. അടുത്തത് നമ്മൾ യോക്കിന് ഫ്രില്ല് വെക്കുന്ന ഒരു ഫ്രോക്ക്, അതുപോലെ താഴോട്ടൊരു സ്റ്റെപ്പൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഫ്രോക്കാണ് കേട്ടോ. ഇതിന് നമുക്ക് 6 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുകളിലേക്കും അത്യാവശ്യം നല്ലോണം ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 മീറ്ററാണ് നമ്മളിതിൻ്റെ ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത്. അതിൻ്റെ താഴോട്ട് നമ്മൾ 20 മീറ്റർ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് ഫ്രില്ലതാ അത് 20 മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലെയറിൽ കൊടുക്കുള്ളൂ. അതിൻ്റെ സെക്കൻഡ് ലെയർ ലൈനിങ് കഴിഞ്ഞിട്ടുള്ള ലെയർ കൊടുത്തിട്ടുണ്ട്. നെറ്റ് 8 മീറ്ററിലാണ് കൊടുത്തിട്ടുള്ള ലെയറാണ് 8 മീറ്റർ കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ലോണം ഫ്രില്ലാക്കിയിട്ട് കൊടുക്കുന്നത്. നല്ല പഫി ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു ബോൾ ഗൗണിൻ്റെ അത്രയും ഭംഗിയിൽ കിടക്കും കേട്ടോ ഈ ഒരു ഫ്രോക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് കണ്ടില്ലേ ഫ്രില്ലൊക്കെ കൊടുത്തിക്കണം. അപ്പോൾ ഈ ഒരു ഫ്രില്ലും എല്ലാം കൊടുത്ത് വന്നപ്പോൾ ഒരു 6 മീറ്ററോളം മെറ്റീരിയൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് 1 ഇയറാണ് 17 സൈസിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ മീറ്റർ 2 മീറ്റർ അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു താഴോട്ടുള്ള 20 മീറ്റർ അത് മതി. പക്ഷേ അതിൻ്റെ ലെങ്ത്തിലാണ് വ്യത്യാസം വരിക. ആ ഒരു ഫ്രില്ലിൻ്റെയും അതുപോലെ നമ്മളെ ഫസ്റ്റ് ലെയറിൻ്റെയൊക്കെ ലെങ്ത്തിലാണ് മാറ്റങ്ങൾ വരിക. റൗണ്ട് കൊടുക്കാൻ അത് 20 മീറ്ററിന് അത്യാവശ്യം നല്ലോണം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് 1 മീറ്റർ 2 മീറ്റർ അങ്ങനെ ഒരു 5 ഇയർ ബേബിക്കൊക്കെ തന്നെ ഏറിയാൽ ഒരു 9 മീറ്റർ 10 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ. അപ്പോൾ ഇതും ഏകദേശം ആ ഒരു മെത്തേഡിലുള്ള ഫ്രോക്കാണ്. പക്ഷേ താഴോട്ട് മാത്രമേ സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇതും സെയിം മെത്തേഡിലാണ് നമ്മൾ താഴെ ചെയ്തിട്ടുള്ളത്. മുകളിൽ നമ്മൾ വർക്ക് പീസ് ആണെന്നുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത ഉടനെ പോയൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് മഴ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞാനത് ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് 1/2 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. സ്കേർട്ട് പോർഷന് നമ്മൾ 9 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 28 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ചെറിയ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് മീറ്ററിൻ്റെ വ്യത്യാസം വരും എന്നുള്ളത്. അപ്പോൾ അതാണ് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രാത്രി എഴുതിയതുകൊണ്ട് നല്ല ഭംഗിയിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് സെയിം മെത്തേഡ് തന്നെ നമ്മളിതിന് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചൊക്കെ മെറ്റീരിയലിൽ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ എല്ലാതും മോഡലിനനുസരിച്ചുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും എന്നെ നല്ലതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇനി പുതിയ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം. അതുവരേക്കും എല്ലാവരോടും ബൈ.